ചാക്ക് കൊണ്ട് എങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഗ്രോ ബാഗ് പോലെ നമ്മുടെ പച്ചക്കറി നടന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള നടു മുറിച്ചിട്ടുള്ള ചാക്കാണ് കേട്ടോ. അപ്പോൾ അവർ തന്നെ സിമെന്റ് എടുക്കാൻ വേണ്ടി നടു മുറിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് വേറെ ഉപകാരമാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിൽ പൊത്തിട്ട് കെട്ടി കൊടുക്കണം. ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ടത് കുറച്ചും കൂടി ലൂസാക്കി ഇട്ടണം കേട്ടോ. എന്നിട്ട് മറിച്ചെടുക്കാം. പിന്നെ നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവരാനാണ്, നമ്മുടെ മുന്നിലത്തെ കടയിൽ നിന്ന് കൊണ്ടുവരാനാണ് ഈ പഴത്തിൻ്റെ കൊലയുടെ ഈ വടി അത് നമ്മൾ അടിയിൽ ഇങ്ങനെ നീളം വെച്ച് കൊടുത്ത് ഇതിൽ ഈ ചാക്കിൽ വെക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് നിൽക്കുക ചാക്ക്. പിന്നെ അതിലേക്ക് നിറച്ചും കരിയിലിട്ട് നിറക്കണോട്ടോ. നന്നായിട്ട് കരിയില എത്രത്തോളം കരിയിലുണ്ടോ നമ്മുടെ ചാക്കിൽ നിറക്കാൻ പറ്റുമോ അത്രത്തോളം കരിയില കുത്തി നിറച്ചോട്ടോ. എന്നാലാണ് നമ്മുടെ ചെടി നല്ല അടിപൊളിയായിട്ട് വളരുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ കരിയില ഇങ്ങനെ ദ്രവിച്ച് പോകുമ്പോൾ കുറച്ച് കരിയിലാണെങ്കിൽ അത് പിന്നെ നമ്മളിങ്ങനെ മണ്ണിട്ടോട്ടിരിക്കണം. അപ്പോൾ ഇത് നമ്മുടെ വെള്ളരിക്ക വിളവെടുത്തു. പിന്നെ ഇവിടുത്തെ ടെറസിലെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആ വെള്ളരിയുടെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ടായിരുന്നു. അത് നശിച്ചു പോയി. അപ്പോൾ അത് ഇതേപോലെ കരിയിലും ഒക്കെ കൂടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ പച്ചക്കറി വേസ്റ്റ് ഇട്ടിട്ട് അതിന് മുളച്ച് വന്നൊരു വെള്ളരിയായിരുന്നു. നല്ല അടിപൊളി കണി വെള്ളരിയാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ വേറെ വിത്തിട്ട് കൊടുത്തിട്ട് ഇതുപോലെ വേസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് മുളച്ചിട്ട് ഒരുപാട് വെള്ളരിയുടെ കുറേ തൈകളുണ്ട് കേട്ടോ. അപ്പം അതിൽ നിന്ന് ഒരു തൈ പറിക്കാം. പിന്നെ നമ്മുടെ കരിയുടെ മേലെ കുറച്ച് മേൽമണ്ണ് പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാക്കിലുള്ളതും കരിയില കമ്പോസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല കരിയില ഉണങ്ങിയിട്ടുള്ള നല്ല മണ്ണാണ് കേട്ടോ. അപ്പോൾ ഈ മണ്ണ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കാം. അധികം ഒന്നും ഇടണ്ട. ഇലയുടെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. നമ്മൾ വെള്ളരി തൈ അതിൽ പറിച്ചിട്ടാണ് ഇതിൽ കൊടുത്ത് നോക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആ കുഴിയിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ വെള്ളരി അടിപൊളിയായിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗ് പോലത്തെ സംഭവങ്ങൾ വെക്കുമ്പോൾ അടിയിൽ എന്തെങ്കിലും പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട്, ആ ചാക്ക് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 4 ചിരട്ടി 3 ചിരട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് ഗ്രോ ബാഗ് വെക്കട്ടെ. ടെറസ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഗ്രോ ബാഗ് ഡയറക്റ്റ് ആയിട്ട് വെക്കരുത്. എന്തെങ്കിലും ഇച്ചിരി പൊക്കത്തിൽ എന്തെങ്കിലും സംഭവത്തിൻ്റെ മേലെ കയറ്റി വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ 2 മത്തൻ്റെ തൈയും കൂടി നമ്മൾ ഇതുപോലെ ചാക്കിലിട്ടുണ്ട്. ഈ ചാക്ക് ഉണ്ടെങ്കിൽ കീറിപ്പോയി. അതുപോലെയല്ല ഈ സിമെൻറ്റ് ചാക്ക്, അത് എത്ര കാലം വേണമെങ്കിലും ദ്രവിക്കാതെ നിന്നോളൂ. ഗ്രോ ബാഗ് പോലെ അടിപൊളിയായിട്ട് നിന്നോളൂ. നല്ല സ്ട്രോങ് ആണ്.